ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെ കോടതിയിൽ ഹാജരാക്കി. ചോദ്യം ചെയ്യൽ പൂർത്തിയായ ശേഷം മുരാരി ബാബുവിനെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന നടത്തുകയായിരുന്നു. തുടർന്നാണ് റാന്നിയിലേക്ക് കൊണ്ടുപോയത്. മുരാരി മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ പ്രതികരിച്ചില്ല. റാന്നിയിൽ നിന്നും സി കെ അബിലാലും ആർ അനന്തകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. സി കെ അബിലാൽ, കോടതിയിൽ ഹാജരാക്കിയോ പ്രതിയെ? നടപടികളൊക്കെ എങ്ങനെയായിരുന്നു? തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം 3:40 കൂടിയാണ് അന്വേഷണ സംഘം പ്രതി മുരാരി ബാബുവുമായി പത്തനംതിട്ട റാന്നിയിലേക്ക് പുറപ്പെട്ടത്. 15 മിനിറ്റ് സമയത്തിനുള്ളിൽ റാന്നി കോടതിയിലേക്ക് പ്രതിയെ എത്തിക്കുമെന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. അതിൻ്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി റാന്നി ഡിവൈഎസ്പി തലത്തിലുള്ള പോലീസ് സംഘം ഇവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. 15 മിനിറ്റ് മുൻപ് മജിസ്ട്രേറ്റ് RC അരുൺകുമാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം കോടതിയിൽ APPയും അതോടൊപ്പം തന്നെ പ്രതിയുടെ അഭിഭാഷകൻ ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള അഡ്വക്കേറ്റ് സജുവും എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രതിക്ക് വേണ്ടി ഇന്ന് ജാമ്യാപേക്ഷ നൽകുകയില്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതേസമയം തന്നെ കേസുമായി ബന്ധപ്പെട്ടുള്ള ഗൗരവകരമായ കണ്ടെത്തലിൻ്റെ വിശദാംശങ്ങൾ അടങ്ങിയ റിമാൻഡ് റിപ്പോർട്ട് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യാനാണ് സാധ്യത കാണുന്നത്. സ്വാഭാവിക നടപടിക്രമവും അതുതന്നെയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട ഗൗരവാവസ്ഥ കോടതി കഴിഞ്ഞ ദിവസം 1-ാം പ്രതിയെ ഹാജരാക്കിയ സമയത്ത് അന്വേഷണ ഉദ്യോഗസ്ഥരോട് നേരിട്ട് കേട്ടത് അടച്ചിട്ട കോടതി മുറിയിൽ തന്നെയാണ്. ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണം ആണ് ഇത്തരത്തിലുള്ള ഒരു നടപടി കോടതിയിൽ ഉണ്ടായത്. സമാനമായ നടപടി തന്നെയാണ് ഇന്നും പ്രതീക്ഷിക്കുന്നത്. 6:15 കൂടി എത്തിച്ചേരും എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കഴിഞ്ഞ തവണ 2 മണിക്കൂർ സമയം കൊണ്ട് 1-ാം പ്രതിയുമായി ഇവിടെ എത്തിയെങ്കിൽ ഇന്ന് സാഹചര്യം കാലാവസ്ഥ കൂടി പരിഗണിക്കുമ്പോൾ അല്പം ദുഷ്കരമാണ്. അതിനാൽ തന്നെ കൂടുതൽ സമയം വേണ്ടിവരും എന്ന് കണക്കാക്കപ്പെടുന്നുണ്ട്. എന്തായാലും 6 മണി കഴിയുന്ന വേളയിൽ അതല്ലെങ്കിൽ 6:15 അടുത്ത സമയത്തായിരിക്കും ഇവിടെ എത്തിച്ചേരുക എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. കോടതി പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യും. ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള സാധ്യതയില്ല. റിമാൻഡ് റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ, കേസിൻ്റെ ചുമത്തപ്പെട്ട വകുപ്പുകളുടെ വിവരങ്ങൾ കൂടി മനസ്സിലാക്കിയ ശേഷം മറ്റൊരു ദിവസം പ്രതിക്ക് വേണ്ടി ജാമ്യാപേക്ഷ നൽകുമെന്നുള്ളതാണ് അഭിഭാഷകൻ വ്യക്തമാക്കുന്നത്. സി കെ അബിലാലാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. മുരാരി ബാബുവിനെ കോടതിയിലേക്ക് എത്തിക്കുകയാണ്. അതിനുശേഷമുള്ള നടപടിക്രമങ്ങൾ എന്താണ് എന്ന് നമുക്ക് വരുന്ന മുറയ്ക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും. ആർ അനന്തകൃഷ്ണൻ കൂടി തിരുവനന്തപുരത്ത് നിന്നും ചേരുകയാണ്. അനന്തൻ, ഇന്നിപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി മുരാരി ബാബുവിനെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒപ്പം ഇരുത്തി ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട 2-ാമത്തെ പ്രതിയാണിപ്പോൾ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഒരുങ്ങി വരികയും അറസ്റ്റിന് ശേഷമുള്ള നിയമപരമായിട്ടുള്ള നടപടികൾ അത് കോടതിയിലേക്ക് എത്തിക്കാൻ പോവുകയാണ് മുരാരി ബാബുവിനെ. ഇനിയുള്ള ചോദ്യം ചെയ്യലുകൾ, തെളിവെടുപ്പുകൾ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ കൃത്യമായൊരു പ്ലാനിങ്ങോട് കൂടിയാണോ ഈ അന്വേഷണ സംഘം, പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ ഇന്നത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നത്? അനന്തൻ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇനി മുരാരി ബാബുവിൽ നിന്നൊക്കെ തേടേണ്ടതുണ്ട്. 2-ാമത്തെ പ്രതിയാണ്. മാത്രവുമല്ല, ഈ തട്ടിപ്പിന് സാഹചര്യങ്ങൾ വഴിയൊരുക്കിയ ഒരു വ്യക്തി എന്ന രീതിയിൽ തന്നെയാണ് ഈ കേസിൽ മുരാരി ബാബുവിൻ്റെ ആ ഒരു സ്ഥാനമുള്ളത്. ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ എന്തെങ്കിലും വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കാര്യമായി ലഭിച്ചോ? ഇനിയുള്ള പ്ലാനിങ് എന്താണ്? പ്രജീഷ്, അന്വേഷണം, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട അന്വേഷണം അതിൻ്റെ നിർണായകമായ ഘട്ടം മാത്രമല്ല, ഗൂഢാലോചന എന്ന അടുത്ത ഘട്ടം, അത് ഹൈക്കോടതി നിർദ്ദേശം നൽകിയതാണ്. ആ ലാർജർ കോൺസ്പിറസിയിലേക്ക് അന്വേഷണം പോകട്ടെ എന്നുള്ളത്. അതിന് തൊട്ടു പിന്നാലെയാണ് മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. ഇന്നലെ രാവിലെ ആ തീരുമാനം ഉണ്ടായി. അതിനുശേഷം രാത്രി 10 മണിയോടെ പെരുന്നേല വീട്ടിൽ നിന്ന് മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുത്തു. നേരെ തിരുവനന്തപുരത്തെ ഈഞ്ചക്കലിലെ SITയുടെ ഓഫീസിലേക്കാണ്, അത് ക്രൈംബ്രാഞ്ചിൻ്റെ കൂടി ഓഫീസാണ്, അവിടേക്കാണ് മുരാരി ബാബുവിനെ കൊണ്ടുവന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ ഇന്ന് പുലർച്ചെ വരെ ചോദ്യം ചെയ്യൽ നീളുകയും ചെയ്തു. അതിനുശേഷം രാവിലെ 9 മണിയോടെ അറസ്റ്റ് രേഖപ്പെടുത്തി. തുടർന്ന് 2 SP-മാരും, ഈ അന്വേഷണ സംഘത്തിലുള്ള 2 SP-മാരും മറ്റുദ്യോഗസ്ഥരും എത്തി മുരാരി ബാബുവിനെ വീണ്ടും ചോദ്യം ചെയ്തു. നിർണായകമായ ചില വിവരങ്ങൾ മുരാരി ബാബു
ബാബുവിൽ നിന്ന് ഗൂഢാലോചന സംബന്ധിച്ചും ഇതിൻ്റെ ആസൂത്രണം സംബന്ധിച്ചുമൊക്കെ ലഭിച്ചു എന്നുള്ള സൂചനയാണ് ലഭിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഗൗരവം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ അന്വേഷണ തലവൻ ക്രൈംബ്രാഞ്ച് മേധാവി ലോ ആൻഡ് ഓർഡർ ADGP H. വെങ്കടേഷ് SITയുടെ ഓഫീസിലേക്ക് എത്തി. ഈ അന്വേഷണം തുടങ്ങി ആദ്യമായിട്ടാണ് അദ്ദേഹം, നേരത്തെ പോറ്റി അറസ്റ്റ് ചെയ്തപ്പോഴൊന്നും അദ്ദേഹം SITയുടെ ഓഫീസിലേക്ക് വന്നിരുന്നില്ല. പക്ഷേ ഇന്ന് മുരാരി ബാബുവിൻ്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം H. വെങ്കടേഷ് അവിടെ എത്തി ഒരു 10 മിനിറ്റ് ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷമാണ് മറ്റ് കോടതിയിൽ നടത്തേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് ഈ മൊഴിയിൽ നിന്ന്, മുരാരി ബാബുവിൻ്റെ മൊഴിയിൽ നിന്ന് ലഭിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ മുരാരി ബാബുവിൽ കൂടുതൽ സഹകരിക്കാത്ത പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ മുരാരി ബാബുവിൻ്റെ കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യമില്ല എന്നുള്ള നിലപാടിലേക്കാണ് അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. ഒരു പക്ഷേ മിക്കവാറും കസ്റ്റഡി ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ കൊട്ടാരക്കര സബ് ജയിലിലേക്ക് റിമാൻഡ് ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതല്ലെങ്കിൽ ആവശ്യമെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യാനുള്ള കസ്റ്റഡി വീണ്ടും ചോദിക്കും. പക്ഷേ അതിനു മുമ്പ് അന്വേഷണ സംഘത്തിന് നിർണായകമായ ചില നടപടികൾ പൂർത്തിയാക്കാനുണ്ട്. ഒരു പക്ഷേ അടുത്ത മണിക്കൂറുകളിൽ നമ്മൾ ആ വാർത്ത കൂടി നൽകും. അത് മാതൃഭൂമി ന്യൂസിൽ ഉണ്ടാകും. അടുത്ത ഏതാനും നിമിഷങ്ങൾക്കകം ആ വാർത്ത കൂടി ഉണ്ടാകും. ഏതായാലും അത്തരം ചില നടപടികളിലേക്ക് അന്വേഷണ സംഘം പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് മുരാരി ബാബുവിനെ കുറച്ച് ദിവസം കഴിഞ്ഞായിരിക്കും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. അല്പസമയത്തിനകം റാന്നി കോടതിയിൽ, അത് മാത്രമല്ല റാന്നി കോടതിയിലൊക്കെയുള്ള നടപടികൾ കാണുമ്പോൾ നമുക്ക് സാധാരണഗതിയിലുള്ള കേസിന്റെ നടപടികൾ പോലെയല്ല. സാധാരണ ഇത്രയും കോടതി സമയം കഴിഞ്ഞാൽ മജിസ്ട്രേറ്റിന്റെ വീട്ടിലാണ് പ്രതികളെ ഹാജരാക്കുന്നത്. പക്ഷേ ഇവിടെ ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണവും നിർദ്ദേശവും ഉള്ളതുകൊണ്ട് റാന്നിയിൽ മജിസ്ട്രേറ്റ് നേരെ കോടതിയിലേക്ക് വരികയാണ്. അവിടെ ആ നടപടിക്ക് വേണ്ടി മുരാരി ബാബുവിനെ റാന്നി കോടതിയിലേക്ക് എത്തുന്നതിന്റെ ദൃശ്യമാണ് കാണുന്നത് തത്സമയം. ഇപ്പോൾ മുരാരി ബാബുവിനെ റാന്നി കോടതിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കോടതി നടപടികൾ പുരോഗമിച്ച് കൊണ്ടിരിക്കുന്നു, തുടങ്ങാൻ പോവുകയാണ്. മുരാരി ബാബു മാധ്യമങ്ങളോട് അവിടെയും പ്രതികരിച്ചില്ല. സിഖി അബിലാൽ ചേരുന്നുണ്ട്. അബിലാൽ, എത്തിച്ചിരിക്കുന്നു മുരാരി ബാബുവിനെ. കോടതി നടപടികൾ അല്പസമയത്തിനകം അങ്ങനെയെങ്കിൽ ആരംഭിക്കും. വിവരങ്ങൾ. ശബരിമല ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട സ്വർണ്ണപ്പാളികളിലെ സ്വർണം തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിലെ രണ്ടാമത്തെ പ്രതിയാണ് മുരാരി ബാബു. ഈ കേസിലെ മുഖ്യ സൂത്രധാരൻ എന്ന് അന്വേഷണ സംഘം കണക്കാക്കുന്ന ആളാണ്. കാരണം 98-ൽ തന്നെ സ്വർണം പൂശിയ പാളികൾ, അതിനെ കേവലം ചെമ്പുപാളികൾ എന്ന തരത്തിൽ തെറ്റിദ്ധാരണയുണ്ടാക്കി ദേവസ്വം ബോർഡിന് റിപ്പോർട്ട് നൽകുകയും അതുവഴി കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള പോറ്റിക്ക് ഇത് തട്ടിപ്പ് നടത്തുന്നതിന് അവസരം സൃഷ്ടിച്ചത് അടക്കമുള്ള കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചതിൽ ആളാണ് മുരാരി ബാബു എന്നുള്ളതാണ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളത്. ഈ കേസിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഏറെക്കുറെ 2 കിലോയോളം തൂക്കം ഉള്ള സ്വർണ്ണമാണ് ഈ പാളികളിൽ പതിച്ചിരുന്നത്. അത് നവീകരണത്തിന് കൊണ്ടുപോയി തിരികെ എത്തിച്ചപ്പോൾ 1604 ഗ്രാം സ്വർണം കുറഞ്ഞ സ്ഥിതിയുണ്ടായി. ചുരുക്കത്തിൽ ഈ സ്വർണം തട്ടിയെടുത്തത് ഒന്നാം പ്രതിയായിട്ടുള്ള പോറ്റിയാണ്. പോറ്റിക്ക് ഇതിന് ആവശ്യമായ ഒത്താശ ചെയ്തു കൊടുത്ത് തട്ടിപ്പിന് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുകയും അതിന്റെ വിഹിതം കൈപ്പറ്റുകയും ചെയ്തു എന്ന അടക്കമുള്ള ഗുരുതരമായ. ശരി, CK അബിലാലാണ് നിർണായക അറസ്റ്റും ആ അറസ്റ്റിന് ശേഷമുള്ള കോടതി നടപടികൾ സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങൾ റാന്നിയിൽ നിന്നും വിവരിച്ചത്.